ഇന്ത്യയുടെ മുൻ ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരായ 4-ാം ടെസ്റ്റിൽ ടീം ഇന്ത്യ ഡിസംബർ 26-ന് ഇറങ്ങുകയാണ്. ഇരു ടീമുകളും തമ്മിലുള്ള 5 മത്സരങ്ങളുള്ള പരമ്പര ഇപ്പോൾ 1-1 സമനിലയിലാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ബ്രിസ്ബെയിനിലെ ഗാബയിൽ വെച്ച് നടന്ന 3-ാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇനി ഡിസംബർ 26 മുതൽ തുടങ്ങുന്ന 4-ാം ടെസ്റ്റിൽ മെൽബണിൽ വിജയം തന്നെയാണ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 10 വർഷമായി MCGയിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് പോലും തോറ്റിട്ടില്ല. ഇന്ത്യൻ ടീം 2014 മുതൽ ഈ ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ആകെ 3 ടെസ്റ്റ് മത്സരങ്ങളാണ് കളിച്ചത്. 2 എണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചു. ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ 10 വർഷത്തോളമായി MCGയിൽ ഇന്ത്യക്കെതിരെ ഒരു ജയം പോലും നേടാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടില്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇനി കടക്കണമെങ്കിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരായ അടുത്ത 2 മത്സരങ്ങളും ജയിച്ചേ മതിയാകൂ. ഈ പരമ്പരയിലെ മറ്റൊരു തോൽവി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം WTC ഫൈനലിന്റെ വാതിലുകൾ അടച്ചേക്കാം. പ്രതികൂല സാഹചര്യങ്ങളിലും 3-ാം ടെസ്റ്റ് ഇന്ത്യ സമനില നേടിയത് ടീമിന്റെ ആത്മവീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4-ാം മത്സരത്തിൽ വിജയിച്ചാൽ പരമ്പര നഷ്ടമാകാതെ ഇന്ത്യ 2-1 മുന്നിലെത്തും. MCG എടുത്തു നോക്കിയാൽ ഇന്ത്യക്ക് തന്നെയാണ് അവിടെ മുൻതൂക്കം. കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ ഗ്രൗണ്ട് ഇന്ത്യക്ക് ടെസ്റ്റിൽ അജയ്യമായ വിജയമാണ് സമ്മാനിക്കുന്നത്. ഈ കണക്കുകൾ ഇന്ത്യക്ക് ആശ്വാസമാണ്. 10 വർഷമായി ഇന്ത്യ വിജയം നേടിയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഓസ്ട്രേലിയ തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ ആധിപത്യം പുലർത്തുന്നത്. 1948 മുതൽ 2020 വരെ ഇന്ത്യ ഈ ഗ്രൗണ്ടിൽ 14 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 4 എണ്ണം മാത്രമേ ഇന്ത്യ ജയിച്ചിട്ടുള്ളൂ. അതേസമയം ഇന്ത്യ 8 മത്സരത്തിൽ തോൽക്കുകയും 2 മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം MCGയിൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച 4 ഇന്ത്യൻ ക്യാപ്റ്റന്മാർ മാത്രമേ ഉള്ളൂ. അടുത്ത ടെസ്റ്റ് മത്സരം വിജയിച്ച് രോഹിത് ഈ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബിഷൻ സിംഗ് ബേദി, സുനിൽ ഗവാസ്കർ, വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ എന്നിവർ മാത്രമാണ് MCGയിൽ അവരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യയെ ടെസ്റ്റ് വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാർ ബൗളർ ജസ്പ്രീത് ബുംറയ്ക്കും MCGയിൽ നേട്ടം കൈവരിക്കാൻ അവസരമുണ്ട്. ബുംറയും അനിൽ കുംബ്ലെയുമാണ് MCGയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. നിലവിൽ ഈ ഗ്രൗണ്ടിൽ ഇരുവരുടെയും പേരിൽ 15 വീതം വിക്കറ്റുകളാണുള്ളത്. മത്സരത്തിൽ ബുംറ ഒരു വിക്കറ്റെങ്കിലും വീഴ്ത്തിയാൽ MCGയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന ബൗളറായി ബുംറ മാറും. ബുംറയ്ക്കും കുംബ്ലെക്കും പുറമെ ഈ ഗ്രൗണ്ടിൽ 14 വിക്കറ്റുമായി 2-ാം സ്ഥാനത്ത് രവിചന്ദ്രൻ അശ്വിനാണ്. ഉമേഷ് യാദവ് 13 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് മെൽബണിൽ. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.